മോദിജിയെ കടന്നാക്രമിച്ച് ധ്രുവ് രത്തി. ധ്രുവിനെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വ്യക്തിപരമായ പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ ചാനലിൽ എന്നെ അദ്ദേഹം ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലുള്ള ഹിന്ദുക്കളെയും വലതുപക്ഷക്കാരെയുമാണ് ഈ നാടിന് വേണ്ടതെന്ന് ധ്രുവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ധ്രുവിനെ എനിക്ക് ബഹുമാനമാണ്. പക്ഷേ ധ്രുവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം, ധ്രുവിന്റെ വീഡിയോയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പക്ഷേ ധ്രുവിന്റെ തംബ്നെയിൽ വളരെ പ്രകോപനപരമാണ്. ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിന്റെ ബേസിലായിരിക്കും. അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ധ്രുവിന്റെ പ്രയോഗം തെറ്റാണ്. ധ്രുവ് കൊടുത്തിരിക്കുന്ന തംബ്നെയിൽ തെറ്റാണ്. അതുകൊണ്ട് ആ തംബ്നെയിലും മറ്റും മാറ്റിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ധ്രുവ് പറയുന്നത് ഇന്ത്യക്കാർ കേൾക്കേണ്ട കാര്യമാണ്. നമ്മുടെ പിള്ളേരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ യുവത്വത്തെ ജൂലൈ 20 വളരെ പ്ലാൻ ചെയ്ത് കുടുക്കി അടിക്കുകയായിരുന്നു പോലീസ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മോദിജിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു കാര്യവും, അത് മോദിജിയെ അധിക്ഷേപിക്കരുത്, ശ്രീ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കരുത്, രക്തക്കറകളുമായി നിൽക്കുന്ന മോദിജിയുടെ ചിത്രങ്ങൾ, അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ധ്രുവ് കാണിച്ച തംബ്നെയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാകാൻ വേണ്ടി ഒരുപക്ഷെ ഇന്ന് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം. കാരണം ധ്രുവിന്റെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, ധ്രുവിനെതിരെ കേസുകൾ വന്നേക്കാം. ഇതാണ് ധ്രുവ് രത്തിയുടെ വീഡിയോ. ഗുണ്ടാരാജെന്നും രക്തം പുരണ്ട മോദിജിയുടെ കൈയെന്നും കയ്യിൽ ഒരു കത്തിയുണ്ട്. അതിൽ ഭാരത് കി ശിക്ഷാ വ്യവസ്ഥ, ഇന്ത്യയിലെ ശിക്ഷാ വ്യവസ്ഥയെ മോദിജി ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. 101% പറയട്ടെ, ആ തംബ്നെയിലിനോട് യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ തംബ്നെയിൽ തെറ്റാണ്. അത് ധ്രുവ് രത്തി, ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന് മെസ്സേജ് വായിക്കും. അദ്ദേഹം പിൻവലിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം അത് ചെയ്തത് ശരിയല്ല. എന്നറിയാമോ, ഗുണ്ടാരാജെന്ന് സംസ്ഥാനത്തിന്റെ തെറ്റായ സ്ഥാനത്തെ പറയാം. പക്ഷെ മോദിജിയുടെയോ ശ്രീ രാഹുൽ ഗാന്ധിയുടെയോ ആരുടെ ആണെങ്കിലും ഒരു തംബ്നെയിൽ വെച്ച് അങ്ങനെ പറയരുത്. പ്രത്യേകിച്ച് കയ്യിൽ രക്തക്കറയുള്ള ഒരു പ്രധാനമന്ത്രിയുടെ ചിത്രം, അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ധ്രുവ് രത്തി പറയുന്ന പോയിന്റുകൾ കറക്റ്റാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ പോയിന്റുകൾ നമ്മൾ കേൾക്കണം. ധ്രുവ് രത്തി പറയുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് മോദിജിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ നമ്മുടെ പ്രധാനമന്ത്രിയാണെന്നുള്ള തിരിച്ചറിവിൽ, എന്നാൽ നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ ബാലൻസ്ഡ് ആയി നമുക്ക് കേൾക്കാൻ കഴിയണം. ധ്രുവ് രത്തി എന്നോട് പറഞ്ഞതുപോലെ ബാലൻസ്ഡ് ആയ ഒരു ഹിന്ദുവാണ് നിങ്ങളെന്ന് പറഞ്ഞതുപോലെ ആ ബാലൻസ്ഡ് ആയ ഇന്ത്യക്കാരായി നമ്മൾ ഈ വിഷയം എടുക്കണം. മോദി ഈസ് വാർ അഗൈൻസ്റ്റ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്ക് മേലുള്ള മോദിയുടെ യുദ്ധമെന്നാണ്. അതുപോലും പ്രകോപനപരമാണ്. പക്ഷെ അത് ഓക്കെയാണ്. അത് പിന്നെയും ആശയപരമാണെന്നെങ്കിലും പറയാം. മറ്റേത് അങ്ങനെയല്ല. ജന്തർ മന്ദറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇനിയും പറയുന്ന ധ്രുവ് രത്തിയുടെ പോയിന്റ്സ് കറക്റ്റുമാണ്. അതുകൊണ്ട് ആ ധ്രുവ് രത്തിയുടെ വീഡിയോ നമുക്ക് കേട്ടുകൊണ്ട് മുമ്പോട്ട് പോവാം. തുടങ്ങുന്നത് നരേന്ദ്രമോദിജി ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ്, ഇന്ത്യ ഇസ് എ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് മോദിജി എന്നിട്ട് സർക്കാസ്റ്റിക്കലി കളിയാക്കുകയാണ്. എന്നിട്ട് അടുത്തത് കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരോട് പെൺകുട്ടികൾ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് തരം പോലീസാണ്, നിങ്ങൾ എന്ത് തരം പോലീസാണ്, നിങ്ങൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ കീറുകയാണ്. അതൊക്കെ സത്യമാണ്. കൊച്ചു പെമ്പിള്ളാനെയാണ് പോലീസുകാര് ഈ നരനായായിട്ട് അടിച്ചത്. അവരുടെ പിറകുവശത്തിനടുത്ത് ലാത്തി കുത്തി കയറ്റിയത്. എന്നിട്ട് ആ കൊച്ചു പിള്ളേർ കരയുന്ന രംഗങ്ങളുമാണ്. അപ്പോ അതൊക്കെ സത്യമാണ്. ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് മിസ്ട്രീറ്റ് ചെയ്യാൻ കഴിയുമെന്നോ. എന്നിട്ട് നെഹ്റുജിയുടെ ഒരു കോട്ടാണ്, 75 വർഷത്തിന് ശേഷം ആരെങ്കിലും ഒക്കെ ആൾക്കാർ മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ വെട്ടിമുറിക്കും. അത്തരം കാര്യങ്ങൾ കറക്റ്റാണ്. എന്നിട്ട് ധ്രുവ് രത്തി പോകുന്നു. 20 ജൂലൈയിൽ ജന്തർ മന്ദറിൽ നടന്നത് വളരെ പ്ലാൻഡ് ആയ കാര്യമാണ്. അവിടെ റോഡിൽ ഒരു ഡാമേജ്ഡ് വാൻ നിർത്തിയിരുന്നു. അതവിടെ ഉണ്ടായിരുന്നില്ല. അത് ബോധപൂർവം അവിടെ പാർക്ക് ചെയ്യപ്പെട്ടതാണ്. മറുവശത്ത് ജന്തർ മന്ദറും, അതിൽ മുഴുവൻ ബ്രിക്കും സ്റ്റോൺസുമായിരുന്നു. അതിൽ സ്റ്റോൺസ് ഉണ്ടായിരുന്നു, ബ്രിക്സ് ഉണ്ടായിരുന്നു. അത് അർദ്ധരാത്രിയിലാണ് ചെയ്തത്. 20 ദിവസത്തിലധികമായി പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാം 100% നോൺ വയലന്റും പീസ്ഫുള്ളുമായിരുന്നു. സൺസെറ്റ് മാർഗിനടുത്താണ്. എന്നിട്ട് ചില കാറുകൾ അവിടെ നിർത്തിയിരുന്നു. അത് മുഴുവൻ ബ്രോക്കൺ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് ബ്രോക്കൺ കാറാണ്. ആ കാറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലീസ് എല്ലാ സ്ഥലത്തും ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ ഒരു കാറിനും ഒരു പക്ഷേ മൂവ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നില്ല. അപ്പോൾ പല ആൾക്കാർക്കും മനസ്സിലായി ഇതൊരു പാറ്റേൺ ആണ്, അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്. ചില പ്രൊട്ടസ്റ്റേഴ്സ് ആ കാറിൽ ഒരു നോട്ട് എഴുതി വെച്ചു. ആ നോട്ട് ഇങ്ങനെയാണ്: ഇത് മനഃപൂർവ്വം ഗവൺമെന്റ് ഇവിടെ കൊണ്ടിട്ടതാണ് പ്രൊട്ടസ്റ്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ എന്നാണ്. പോലീസ് ആ രാത്രി തന്നെ മെറ്റൽ ഡിറ്റക്ടേഴ്സും സെക്യൂരിറ്റി ചെക്സും എല്ലാം ജന്തർ മന്ദറിൽ നിന്ന് മാറ്റി. പോലീസ് അങ്ങനെ മാറ്റുമ്പോൾ ഒരു ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതെല്ലാം നിർത്തി. മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഇല്ല, എവരിത്തിങ് ഓപ്പൺ. ആൾക്കാർ ഫ്രീ ആയിട്ട് മൂവ് ഔട്ട് ചെയ്യായിരുന്നു. അത് വളരെ സ്ട്രേഞ്ച് ആയി തോന്നി. കാര്യം അടുത്ത മോർണിംഗ് ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് ഉണ്ടാവുമായിരുന്നു. കൂടുതൽ ആൾക്കാർ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സെക്യൂരിറ്റി കൂടുകയാണ് വേണ്ടത്, പക്ഷേ കുറയ്ക്കുകയാണ് പോലീസ് ചെയ്തത്. ഒരു ബോധപൂർവമായ ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിൽ. ആ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒരു ചെക്കിങ്ങുമില്ല. നാളെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരാണ് ഉത്തരവാദിത്വം എടുക്കുക? അടുത്ത ദിവസം ആരും എക്സ്പെക്ട് ചെയ്തില്ല ഈ വിഷയം.
ഗവൺമെന്റ് ഒരു ഓട്ടോക്രാറ്റിക് വേയിൽ ഡെമോക്രസിയെ ഡിസ്മാൻഡിൽ ചെയ്ത് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് നോക്കിയത്. എന്നിട്ട് അടിക്കുന്ന സീൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഗവൺമെന്റ് രാജ്യത്തെ ജനങ്ങൾക്ക് മുകളിൽ, യുവാക്കൾക്ക് മേളിൽ ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. തല തല്ലി പൊളിക്കുകയും യുവാക്കളെയും യുവതികളെയും കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് മോദിജിയുടെ ഇത് കൊടുത്തിട്ട് ഡെമോക്രസി നമ്മുടെ വലിയ വെർച്യു ആണ്, വാല്യൂ ആണെന്നൊക്കെ മോദിജി പറയുന്ന ഒരു രംഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് മേൽ യഥാർത്ഥത്തിൽ ഒരു യുദ്ധം, ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്, അതെന്റെ കമന്റാണ് കേട്ടോ. 787 വീഡിയോ ആയി അദ്ദേഹം ഈ കാര്യങ്ങൾ കാണിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ അവിടെയാണ് അദ്ദേഹം വളരെ പ്രസക്തമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ മനഃപൂർവ്വം എങ്ങനെ മിസ്ലീഡും മിസ്അണ്ടർസ്റ്റാൻഡും ചെയ്ത് പ്രൊട്ടസ്റ്റേഴ്സിനെ മനഃപൂർവ്വം വഴിതെറ്റിച്ചു. 20 ജൂണിനാണ് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ സിറ്റിൻ തുടങ്ങിയത്. ഒറ്റ ഡിമാൻഡേ ഉള്ളായിരുന്നു, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്യണം. 1,51,000 മെഡിക്കൽ സീറ്റ് ഉണ്ട്, അത് 1,08,000 മെഡിക്കൽ സീറ്റായിട്ട് വർദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാർത്ഥികളുടെ ഭാവിയുമായിട്ട് ആരും ഇതാവരുത്. നീറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വിശദീകരിച്ചു. 28 ജൂണിൽ നമ്മുടെ സോനം വാങ്ചുക് എത്തി. സോനം വാങ്ചുക് അവിടെ ഒരു ഇൻഡെഫിനിറ്റ് ഹങ്കർ പ്രൊട്ടസ്റ്റ് വന്നു. വന്ദേമാതരം അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോയി. ആ പ്രൊട്ടസ്റ്റ് വളരെ പീസ്ഫുള്ളായി തന്നെ പോയി. പോലീസിന് യാതൊരു ഒബ്ജക്ഷനും ഇല്ലായിരുന്നു. നമ്മൾ പല വീഡിയോസും ഇതിൽ കാണുകയുണ്ടായി. പോലീസിന് പുഷ്പങ്ങൾ നൽകുന്ന, പോലീസിന് സന്തോഷത്തോടെ കാര്യങ്ങൾ നൽകുന്ന, പൂക്കൾ നൽകുന്ന ഗവൺമെന്റ് ഇതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. ആദ്യത്തെ 17 ദിവസം ഹങ്കർ സ്ട്രൈക്കിൽ 8.2 കിലോ ആണ് സോനം വാങ്ചുക്കിന് കുറഞ്ഞത്. സോനം അതിന്റെ പിക്ചേഴ്സും വീഡിയോസും വൈറലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു. വളരെ വീക്ക് കണ്ടീഷനായി ആ സോനം മാറിയപ്പോൾ ജനങ്ങളുടെ പിന്തുണ ഭയങ്കരമായിട്ട് അതിന് കിട്ടുകയും ചെയ്തു. ഇവിടെ വലിയൊരു ബിഗസ്റ്റ് ടേണിംഗ് പോയിന്റ് ആ പ്രൊട്ടസ്റ്റിലേക്ക് വന്നു. 17 ജൂലൈ 2026 ഹോം മിനിസ്റ്റർ അമിത് ഷാ പെട്ടെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ച വിളിക്കുകയും അദ്ദേഹത്തെ പോസ്റ്റിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഇത് സർപ്രൈസ് ആയിരുന്നു. കാര്യം അദ്ദേഹം എന്തായാലും റിട്ടയർ ചെയ്യാനിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ്ലി റിമൂവ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഈ പ്രൊട്ടസ്റ്റ് വളരെ പീസ്ഫുള്ളി പോകുന്നത് അമിത്ഷായ്ക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട് കാണില്ല. യാതൊരു തരം എവിഡൻസും ഇല്ലായിരുന്നു അവിടെ കൂടുതൽ ആൾക്കാർ വരുമെന്ന്. അനുരാഗ് കുമാർ എന്ന് പറയുന്ന പുതിയ IPS ഓഫീസറെ കൊണ്ടുവന്നു. അദ്ദേഹം സ്പെഷ്യൽ ഡയറക്ടർ ഇന്റലിജൻസ് ബ്യൂറോയുടെ ആളായിരുന്നു. 18 ജൂലൈ 2026 6:30 in the morning ക്രൗഡ് വളരെ കുറവായിരുന്നു. അഭിജിത്ത് ദീപ്കെ അടക്കം അടുത്തുള്ള പ്രധാന കാര്യങ്ങൾ നിർവഹിക്കാൻ പോയിരിക്കുകയായിരുന്നു. പോലീസ് പെട്ടെന്ന് ഇരച്ചു കയറുകയും RF സോൾജിയേഴ്സ് വരികയും അവർ സ്റ്റേജിലേക്ക് കയറുകയും വളരെ ഡ്രമാറ്റിക്കലി ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് സോനം വാങ്ചുക്കിനെ ഒരു ആംബുലൻസിൽ കടത്തിക്കൊണ്ടുപോയി. കിഡ്നാപ്പ് ചെയ്തു എന്ന വാക്കാണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ സഫദർജംഗ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി. അദ്ദേഹത്തെ എന്നിട്ട് ഡൽഹിയിൽ നിന്ന് മാറ്റി. പോലീസ് ഡിപ്പാർട്ട്മെന്റ് 21 തീയതിയാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അതിന്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ഈ സതീഷ് ഗോൾച്ച എന്ന ഉദ്യോഗസ്ഥൻ മാറ്റിയത് അദ്ദേഹം ഒരുപക്ഷെ ഇത് ചെയ്യില്ല എന്ന് വിചാരിച്ചായിരിക്കണം. ഗവൺമെന്റ് ഈ മൂവ്മെന്റ് റിമൂവ് ചെയ്യാനും പ്രൊട്ടസ്റ്റേഴ്സിന്റെ കറേജ് ഇല്ലാതാക്കാനുമാണ് ശ്രമിച്ചത്. 20 ജൂലൈക്ക് യഥാർത്ഥത്തിൽ പ്രതിഷേധക്കാർക്ക് ധൈര്യം പോയോ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ലോട്ട് ഓഫ് അറേഞ്ച്മെന്റ്സ് അത് ഡൽഹിയിലേക്ക് പോയി. 19 ജൂലൈ 7 മണിക്ക് എന്താണ് സംഭവിക്കുന്നത്? പോലീസ് സെക്ഷൻ 163 നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പോലീസ് പ്രഖ്യാപിച്ചു. 5 ആൾക്കാരിൽ കൂടുതൽ അവിടെ വരരുതെന്ന് പറഞ്ഞു. ഭീഷണിപ്പെടുത്തുന്ന മാനറിൽ പോലീസ് ജനങ്ങളോട് പറഞ്ഞു അവർ ഒരു മാർച്ചിന്റെയും ഭാഗമായി ഒരു കാരണവശാലും പോകരുത് എന്ന്. 10 ഫീറ്റ് ഹൈ ബാരിക്കേഡ്സ് ആണ് അവിടെ വെച്ചത്. 3 ലെയർ ബാരിക്കേഡ്സ് ഉണ്ടായിരുന്നു. അത് പോരാതെ വന്നപ്പോൾ ബാരിക്കേഡുകൾ വെൽഡ് ചെയ്ത് ഒരുമിച്ച് ചേർക്കുകയുണ്ടായി. ഇതൊക്കെ വളരെ പെയിൻസ്റ്റേക്കിംഗ് അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ജാമേഴ്സ് ഉണ്ടായി. ഞാനത് പോയപ്പോൾ കണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ ജാമേഴ്സ് ഉണ്ട് പലപ്പോഴും. ഇന്റർനെറ്റും 150ഓളം സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. വീഡിയോയോ ബാക്കി കാര്യങ്ങളോ റിലീസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ഈ ഫുൾ മൂവ്മെന്റ് ഗവൺമെന്റ് പല സൈഡിൽ നിന്നും പ്ലാൻ ചെയ്യുകയുണ്ടായത്. ഫുൾ കട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മെട്രോയിലൂടെ അവിടെ എത്തി. അങ്ങനെ മെട്രോയും കൂടി അവിടെ സെക്യൂരിറ്റി റീസൺ എന്ന് പറഞ്ഞ് മെട്രോയും കൂടി ക്ലോസ് ചെയ്തു. 5 മെട്രോ സ്റ്റേഷൻസ് അവിടെ ഷട്ടാക്കി. ജനപത്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആൻഡ് സേവാ തീർത്ത്. ഈ 5 സ്റ്റേഷനും ഇങ്ങോട്ട് പോകാനുള്ള മാർച്ചിനുള്ളതായിരുന്നു. ആ സമയത്ത് ആൾക്കാർക്ക് ജന്തർ മന്ദർ വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു. പക്ഷേ വലിയ ക്രൗഡാണ് എല്ലാ സ്ഥലത്തു നിന്നും എത്തിയത്. ആൾക്കാർ മുദ്രാവാക്യങ്ങൾ വിളിച്ചു തുടങ്ങി മെട്രോ സ്റ്റേഷന് ഉള്ളിൽ നിന്ന്. അതൊക്കെ വളരെ വിഷ്വൽസ് ചെയ്ത് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. രാജീവ് ചൗക്ക് മെട്രോ സ്റ്റേഷനിലടക്കം ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചും മറ്റും ചെയ്തു. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയായിരുന്നു അവർ. അപ്പം മെട്രോ സ്റ്റേഷന്റെ ബാരിക്കേഡുകൾ ചാടിക്കടന്നു.
10 മണിക്ക് ആൾക്കാരുടെ എക്സൈറ്റ്മെന്റ് വളരെയധികം കൂടി. ബാരിക്കേഡ്സ് എല്ലാം തകർത്തുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട്, യുവജനതയും വിദ്യാർത്ഥികളും മുമ്പോട്ട് പോകുന്ന കാഴ്ച പിന്നീട് കണ്ടു. ഗവൺമെന്റിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഒരുപക്ഷെ വിഫലമായി. പോലീസിന്റെ മനോഭാവം മാറി. 10:51 ജൂലൈ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ബണ്ടി ഹൗസ് മെട്രോ സ്റ്റേഷൻ ടു ജന്തർ മന്ദറിലേക്ക് എത്തി. പോലീസ് സഡൻലി അവരെ അടിക്കാൻ തുടങ്ങി. യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് അവരെ മർദ്ദിക്കാൻ തുടങ്ങി. മാർച്ചിൽ പങ്കെടുക്കാൻ വന്ന സാധാരണക്കാരായിരുന്നു ഇവർ. അവർ പ്രൊട്ടസ്റ്റ് സൈറ്റിൽ എത്തുന്നതിന് മുമ്പേ കാരണമൊന്നുമില്ലാതെ അവർ ആക്രമിക്കപ്പെട്ടു. 11:05 സോനം വാങ്ചുക് സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം എഴുതി, ഇന്ന് ഞാൻ അബ്സല്യൂട്ട്ലി ഫൈനാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിടാൻ എന്നെ അനുവദിക്കണം, ബാക്കിയുള്ളവരുടെ മാർച്ചും തടയരുത്. അങ്ങനെ അവരെ വന്നിട്ടില്ല. പിന്നെ ലക്ഷക്കണക്കിന് ക്രൗഡ് അവിടേക്ക് വന്നു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ തുടങ്ങി. ആ മാർച്ചിൽ ഒരുപാട് യുവജന പങ്കാളിത്തം വന്നു. 25 ടിയർ ഗ്യാസ് ബുള്ളറ്റുകളാണ് പാർലമെന്റ് സ്ട്രീറ്റിൽ പോലീസ് പ്രയോഗിച്ചത് ഈ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ. ടിയർ ഗ്യാസ് ബുള്ളറ്റ്സ് കണ്ടിന്യൂസ്ലി ഫയർ ചെയ്തുകൊണ്ടേയിരുന്നു. അതിന്റെ എല്ലാം വിഷ്വൽസും തെളിവും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പോലീസ് അവിടെ ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യാനല്ല, പക്ഷേ പോലീസ് നിൽക്കുന്നവർക്കെതിരെ പോലും ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. വളരെ പ്രകോപനപരമായ രീതിയിലാണ് പോലീസ് പെരുമാറിയത്. പോലീസ് ബോധപൂർവം അവരെ ആക്രമിക്കുന്ന രീതിയാണ് അവലംബിച്ചത്. അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. 20 ജൂലൈ 12:30 12-ന് പോലീസ് ബ്ലോക്ക് ചെയ്തു. മെയിൻ റോഡ് കണക്ടിങ് ഈസ്റ്റ് ഡൽഹി ടു പാർലമെന്റ് അതിനുശേഷം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പാർലമെന്റിലേക്കുള്ള മാർച്ച് തടയാൻ പോലീസ് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. വിദ്യാർത്ഥികളെ വീണ്ടും തല്ലുകയുണ്ടായി. അതും മൃഗീയമായ വിദ്യാർത്ഥികളെ തല്ലുകയുണ്ടായി. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ് അത് ചെയ്തത്. ശ്യാം മീര സിംഗ് എന്ന യൂട്യൂബർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് മേഴ്സിലെസ്ലി എങ്ങനെയാണ് ആൾക്കാർ അട്ടിക്കപ്പെട്ടത് എന്ന് അടിച്ചു. അവർ ടിയർ ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. ഒരു കലാപ അന്തരീക്ഷം അവിടെ പോലീസാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത്. ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ആ വിഷ്വൽസ് നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. ഇതൊക്കെ പെൺകുട്ടികളെ അടക്കം സാധാരണക്കാരെ അടക്കം വഴിയിൽ പോകുന്നവരെ അടക്കം പോലീസ് ഒരു മയവുമില്ലാതെ മർദ്ദിക്കുകയുണ്ടായി. പാർലമെന്റിന്റെ ഗേറ്റ് അടയ്ക്കപ്പെട്ടു. 20 ജൂലൈ 2026 അദ്ദേഹം ആ വിഷ്വൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസിനെ എല്ലാം അവിടെ നിന്ന് മാറ്റി. അവർ ഇന്ത്യ ഗേറ്റ്സിന്റെ ഗാർഡനിലേക്ക് എത്തി. പോലീസ് മോട്ടോർ വെഹിക്കിൾസും വാൻസും എല്ലാം അവിടെ ഓടിച്ചു. ആൾക്കാരെ പേടിപ്പിച്ചയക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. അപ്പോൾ അവിടെ എന്നിട്ട് സ്റ്റുഡൻസ് പ്രസ് ക്ലബിലും റയസേന റോഡിലും വന്നിരുന്നു. പക്ഷേ ചില പ്രൊട്ടസ്റ്റേഴ്സ് പാർലമെന്റിന് വളരെ അടുത്തെത്തി. ഒരു ടെറിഫയിങ് വീഡിയോ അപ്പോഴാണ് സംഭവിച്ചത്. സെക്യൂരിറ്റി ഫോഴ്സസ് ഫയറിംഗ് പൊസിഷൻ എടുക്കുകയായിരുന്നു. ജലിയൻ വാലാബാഗ് സീൻ ജനറൽ ഡയർ ഒരു പക്ഷേ വെടിവെക്കുന്നത് പോലെ ആ സീൻസ് കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ഹൃദയഭേദകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മൾട്ടി ലെയർഡ് ലോക്ക്ഡൌണിലേക്ക് പാർലമെന്റ് കോംപ്ലക്സ് പോയി. സെക്യൂരിറ്റി പേഴ്സണൽ ഫിസിക്കലി ഹോൾഡിംഗ് അയൺ ഗേറ്റ്സ് ആയിരുന്നു. അതായത് അവർ കൈ വെച്ച് നിന്ന് തടഞ്ഞു. നരേന്ദ്രമോദിജി അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല. പാർലമെന്റ് ഉപേക്ഷിച്ച് മാറി വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുന്നില്ല. പോലീസ് അപ്പോൾ ജനങ്ങൾ ജന്തർ മന്ദറിൽ വരുന്നത് തടയുകയായിരുന്നു. കൊണോട്ട് പ്ലേസിലും ജൻപത്ത് റോഡിലും ഒക്കെ ആൾക്കാർ വരികയും സെൻട്രൽ പാർക്കിലേക്ക് വരികയും ഓരോ പോയിന്റ് ഡിക്ലെയർ ചെയ്ത് അവരവിടെ എത്തുകയും ചെയ്തു. ജനങ്ങൾ അവിടെ നിന്ന് മാറാൻ വിസമ്മതിച്ചു. പല യൂട്യൂബർമാരും ആ ഏരിയയിൽ നിന്ന് പല കാര്യങ്ങളും തെളിവുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇവർ സ്റ്റോൺസ് പലപ്പോഴും പോലീസ് സ്റ്റോൺസ് വിദ്യാർത്ഥികൾക്ക് നേരെയാണ് എറിഞ്ഞത്. പോലീസ് ബോധപൂർവം, പോലീസിന്റെ നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു, നെയിം പ്ലേറ്റ് ഇല്ലായിരുന്നു. പല വീഡിയോസും ഇന്ന് അവൈലബിൾ ആണ്. പോലീസുകാർ കല്ലെറിയുന്നതിന്റെ വീഡിയോ ശ്രദ്ധിക്കണം, പോലീസുകാർ കല്ലെറിയുന്നതിന്റെ വീഡിയോ. അങ്ങനെ പോലീസ് വയലൻസ് കമ്മിറ്റ് ചെയ്ത പല വീഡിയോസും ഉണ്ട്. മൃഗീയമായി പെൺകുട്ടികളെ അടക്കം അടച്ച വീഡിയോസ് ഉണ്ട്. അതൊക്കെ വളരെ സത്യമാണ്. ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. പൊട്ടിക്കരയുന്ന ഡോക്ടേഴ്സിനെ അവിടെ കാണാമായിരുന്നു. നമ്മൾ ഡോക്ടേഴ്സാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണെന്ന് പറയുന്നു. ആരാണ് നിങ്ങളെ വിളിച്ചത്? അവർ ഡോക്ടർമാരെ വരെ അടിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വഴി ഒരു കൊച്ചു പയ്യനെ പോലീസുകാർ കഴുത്തിൽ പിടിക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്ത അവരുടെ നെയിം പ്ലേറ്റുകൾ ഇല്ലായിരുന്നു. അതും സത്യമാണ്. നെയിം ടാഗുകൾ ഇല്ലാത്ത പലരുമാണ്. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ ഇപ്പം നെയിം ടാഗുകളുണ്ട്. ഈ വിമർശനമൊക്കെ വന്നതിന് ശേഷമാണ്. നമ്പർ പ്ലേറ്റ്സ് ഹിഡൻ ആയിരുന്നു. അതായത് നമ്പർ പ്ലേറ്റ്സ് കിട്ടാതിരിക്കാൻ ഈ പോലീസ് മേഴ്സിലെസ്ലി സ്റ്റുഡൻസിനെ ബീറ്റ് ചെയ്യുകയായിരുന്നു. പല പോലീസുകാരും മുഖം മറച്ചിരുന്നു. പോലീസുകാർ ഒരു തീവ്രവാദികൾ എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. പോലീസുകാർ അവരെ പോലെയാണ് പെരുമാറിയത്. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പോലീസുകാർ വ്യാപകമായി അങ്ങനെ അടിച്ചു. സന്ദേശ് ഭാട്ടിയ പോലീസുകാരോട് ഇത് ചോദിക്കും. പോലീസുകാർ അദ്ദേഹം തെളിവ് കളഞ്ഞു. അതൊരു പ്രമുഖ യൂട്യൂബറാണ്.
നിങ്ങൾ എന്തിനാണ് സിവിൽ ക്ലോത്തിങ്ങിൽ വരുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. പോലീസുകാരാണെങ്കിൽ എന്തുകൊണ്ട് നെയിം പ്ലേറ്റ് ഇല്ല, എന്തുകൊണ്ട് യൂണിഫോം ഇല്ല? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് വളരെ പ്രസക്തമായിട്ട് ഉയർത്തി അതിന്റെ എല്ലാം തെളിവുകൾ അടക്കം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തിലെ പൗരന്മാരാണ്, ഈ രാജ്യത്തിൽ ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറയുകയുണ്ടായി. 3 മണിയോടുകൂടി പോലീസ് ജന്തർ മന്ദറിലെത്തി. അവിടെയും പോലീസിന്റെ തല്ല്, മൃഗീയമായ മർദ്ദന മുറകൾ തുടർന്നു. ശ്യാം മീര സിംഗ് എന്ന യൂട്യൂബർ ഇത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ചെരുപ്പ് പോലും ഇല്ലാതെ വിദ്യാർത്ഥികൾ ഓടേണ്ടി വന്നു. പോലീസ് അവിടുത്തെ സ്റ്റേജ് ഇല്ലാതാക്കി. സോനം വാങ്ചുക്ക് ഉണ്ടായിരുന്ന സ്റ്റേജ് ഇല്ലാതാക്കി. ജേർണലിസ്റ്റുകൾ, ഗ്രൗണ്ട് റിപ്പോർട്ടേഴ്സ്, യൂട്യൂബേഴ്സ്, അവിടെ ഉള്ള ആൾക്കാരെ എല്ലാം അവർ ഹരാസ് ചെയ്തു. ഒരു യൂട്യൂബർ സർത്ഥക് ഗോസ്വാമിയെ അടിക്കുകയുണ്ടായി. ഒരു സിവിൽ ഡ്രസ്സിലുള്ള വ്യക്തിയാണ് അത് ചെയ്തത്. അദ്ദേഹം ഒരു ചെയർ എടുത്താണ് അടിച്ചത്. നെയിം ടാഗ് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ല. ഗുണ്ടകളെ വെച്ചിട്ടാണ് അടിച്ചത്. സന്ദേശ് ഭാട്ടി അടക്കമുള്ളവർ അടിക്കുകയുണ്ടായി. നീ പോകൂ, ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു എന്ന് പറയുകയുണ്ടായി. അവരെ അടിച്ച് ഓടിക്കുകയാണ്. ഹ്യൂമൻ ചാനൽ രമിത് വർമ്മയും അടിച്ച് രക്തം പൊടിയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തല തല്ലി തകർക്കുകയുണ്ടായി. 5-7 മിനിറ്റിന് ശേഷവും ബ്ലീഡിങ് അവിടെ തുടരുകയുണ്ടായി. ജോയിൽ അടിക്കുകയുണ്ടായി. ഈ ജേർണലിസ്റ്റുകൾക്കെല്ലാമാണ് സർത്ഥക്, സന്ദേശ്, കാവ്യ, ഹർഷ്, അഭിനവ്, ശ്യാം മീര സിംഗ് അടക്കമുള്ള പ്രമുഖ ഓൺലൈൻ മീഡിയ, ഡിജിറ്റൽ മീഡിയയിൽ അടികൊള്ളുകയുണ്ടായി. മെയിൻ സ്ട്രീം മീഡിയ ചെയ്യേണ്ട ജോലിയാണ് ഇവിടെ ചെയ്തത്. അത് സത്യമാണ്. ഡിജിറ്റൽ മീഡിയ ചെയ്ത വലിയ ജോലിയാണ്. ആ ദിവസം പല രീതിയിലുള്ള ഇന്റർനെറ്റ് വിച്ഛേദനവും നടന്നു. എന്നിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് തങ്ങൾ സംസാരിക്കാൻ പോവുകയാണ് എന്ന പ്രിറ്റൻഷൻ കൊടുത്തു. ചീഫ് സ്പോക്സ് പേഴ്സൺ CJP സൗരവ് ദാസിനെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. DCP സച്ചിൻ ശർമ്മയാണ് അത് ചെയ്തത്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വരും, അവരോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. സെക്രട്ടറി ഓഫ് യൂണിയൻ ഗവൺമെന്റിനെ കാണാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് നിങ്ങൾ കാണുമെന്ന് ഇവരോട് പറഞ്ഞു. പക്ഷേ CJP അത് റെഫ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. അവർ ഒന്നെങ്കിൽ പ്രധാനമന്ത്രിയെ കാണും, അല്ലെങ്കിൽ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററെ കാണും എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. അവസാനമാണ് ഹെൽത്ത് മിനിസ്റ്റർ JP നദ്ദയെ കാണാൻ അവരോട് പറഞ്ഞത്. അവർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം JP നദ്ദ മെറ്റ് ദം ഫോർ 10 മിനിറ്റ്സ്, 10 മിനിറ്റ് മാത്രമാണ് കണ്ടത്. എന്നിട്ട് ഇന്റേണലി സംസാരിച്ചിട്ട് തിരിച്ചു പറയാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയായിരുന്നു. പ്രൊട്ടസ്റ്റ് പീക്കിലായപ്പോൾ എല്ലാ ലീഡേഴ്സിനെയും സ്പോക്സ് പേഴ്സണെയും മാറ്റാൻ വേണ്ടിയാണ്, പ്രൊട്ടസ്റ്റ് ലീഡർ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ഈ ഓപ്പർച്യൂണിറ്റി എടുത്താണ് പോലീസ് എല്ലാവരെയും മർദ്ദിക്കാൻ തുടങ്ങിയത്, ക്രൂരമായി അടിക്കാൻ തുടങ്ങിയത്. എങ്ങനെയാണ് നിങ്ങൾ ഈ രാജ്യത്തെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും പല ആൾക്കാരും വന്നു. കൊച്ചു കുട്ടികളടക്കം അവിടെ പ്രൊട്ടസ്റ്റ് രംഗത്തേക്ക് വന്നു. ആ കൊച്ചുകുട്ടികൾ ഈ രാജ്യത്തിന് വേണ്ടിയാണ് പോരാടിയത്. ഗവൺമെന്റ് എത്ര സപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ജനങ്ങളുടെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരിക്കും. ജനങ്ങളിൽ ഒരു റെവല്യൂഷണറി സ്പിരിറ്റ്, വിപ്ലവത്തിന്റെ സ്പിരിറ്റ് കാണുകയുണ്ടായി. സ്വാതന്ത്ര്യ സമരത്തെ സ്മരിക്കുന്ന രീതിയിൽ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അത് പോയി. ലക്നൌവിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടു. അത് UP പോലീസ് അവരെ അവിടെ മാൻഹാൻഡിൽ ചെയ്തു. അലഹബാദ് നിന്നുള്ള ചിത്രങ്ങൾ കണ്ടു. അഹമ്മദാബാദിൽ നിന്നുള്ള ചിത്രങ്ങൾ കണ്ടു. കൊൽക്കത്തയിൽ നിന്നുള്ള ചിത്രങ്ങൾ കണ്ടു. മുംബൈയിൽ നിന്നുള്ള ചിത്രങ്ങൾ, ചൈതന്യഭൂമി മുംബൈയിൽ നിന്നുള്ള ചിത്രങ്ങൾ, ബാംഗ്ലൂരിൽ നിന്നുള്ള ചിത്രങ്ങൾ, ഗോവയിൽ നിന്ന്, ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ചണ്ഡീഗഡിൽ പോവുകയുണ്ടായി. അരുണാചൽ പ്രദേശ് അവിടെ നിന്നുള്ള ചിത്രങ്ങൾ കാണുകയുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ ആ മൂവ്മെന്റ് വളർന്നു. ഈ ജന്തർ മന്ദർ 3:30 അവർ ഇവാക്യുവേറ്റ് ചെയ്തു. പ്രൊട്ടസ്റ്റേഴ്സ് പക്ഷേ തിരിച്ചു വന്നു. അതും വലിയ രീതി വാർത്തയായിരുന്നു. അത് തിരിച്ചു വന്നവർ സ്റ്റേജ് തിരിച്ചു പിടിച്ചു. ആ നശിപ്പിച്ച സ്റ്റേജ്, ആ ക്രൗഡിനെ റിമൂവ് ചെയ്ത സ്റ്റേജ് അവരുടെ മനസ്സിൽ ചിന്തയോടുകൂടി അവർ തിരിച്ചു പിടിച്ചു. അവർ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലാത്തിയടികളെ ഭയപ്പെടാതെ വരും തലമുറകൾക്ക് ആവേശമായി, ഉത്തേജനമായി ഇന്ത്യൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരെ പോരാടുന്നത് പോലെ ഒരു വെസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരെ, ആ പ്രയോഗങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല, അതിന്റെ കാര്യം പറയട്ടെ. വെസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്ദേശിക്കുന്നത് ഗുജറാത്തിനെ മോദിജിയൊക്കെയാണ്. ആ പ്രയോഗത്തോട് യോജിപ്പില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ കുട്ടികൾക്ക് നേരെ ഗവൺമെന്റ് ഒരു യുദ്ധം നടത്തുകയാണ്. അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? ഒരു ചെറിയ ഡിമാൻഡാണ് നമ്മുടെ യുവാക്കൾക്കുണ്ടായിരുന്നത്. ആ ഡിമാൻഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബെറ്റർ ആവണം, അല്ലെങ്കിൽ വേറൊരാൾ വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഡിമാൻഡിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവരിത് ചെയ്തത്. ടിയർ ഗ്യാസ് വന്നത്. എനിക്ക് പ്രധാനമന്ത്രിയോട് ഇത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ. ഷെയിം ഓൺ യു പ്രൈം മിനിസ്റ്റർ. ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ മക്കളെ അങ്ങനെ അടിക്കരുത്. എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവ് കാണിക്കേണ്ടത് വിദ്യാർത്ഥികളെ അടിച്ചുകൊണ്ടല്ല. ഈ വയലൻസ് എത്രമാത്രം ടോളറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് വയലൻസ് കൊണ്ട് ഒരു വിഭാഗവും ജയിക്കുന്നില്ല. അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, താനാഷ എന്നാണ്, ഡിക്റ്റേറ്റർ എന്നാണ്. ആ വാക്ക് ഞാൻ മോദിജിയെ വെച്ച് ഉപയോഗിക്കില്ല. പക്ഷെ അദ്ദേഹം ചില ആൾക്കാരുടെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളോടും എനിക്ക് യോജിപ്പില്ല.
അങ്ങനെയൊന്നും കമ്പാരിസൺ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പോയിന്റുകൾ കറക്റ്റാണ്. അവിടെയാണ് പ്രയോഗങ്ങൾ തെറ്റാണ്, പോയിന്റുകൾ കറക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ അതിശക്തമായൊരു വീഡിയോ ആണ് ധ്രുവ് റാത്തിയുടെ വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ധ്രുവ് റാത്തി പ്രയോഗിച്ച 3-4 പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളോട് വിയോജിക്കുന്നു. മോദിജിയുടെ കൈകൾ അങ്ങനെ കൊടുത്തത് ശരിയായില്ല. മോദിജിയെ കുറിച്ച് പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ ശരിയായില്ല. വെസ്റ്റ് ഇന്ത്യ കമ്പനിയെ, പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടാണെങ്കിൽ ഇത് വെസ്റ്റ് ഇന്ത്യ കമ്പനിയോടാണെന്ന് പറയുന്നതിനൊരു യോജിപ്പില്ല. നമ്മൾ ബ്രിട്ടീഷുകാരോട് ഒരുമിച്ച് പോരാടിയതാണ്. തീവ്ര വലതുപക്ഷം ബ്രിട്ടീഷുകാരോട് പോരാടിയില്ല, അത് സത്യമാണ്. പക്ഷേ ഇന്ന് വെസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ബ്രോഡർ സ്പിരിറ്റിൽ ധ്രുവ് റാത്തി വളരെ കൃത്യമായി മെറ്റിക്കുലസ്ലി ധ്രുവ് റാത്തി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് അത് പറയാതിരിക്കാനും വയ്യ. അപ്പോൾ ധ്രുവ് റാത്തിയോടുള്ള വിമർശനങ്ങൾ വെക്കുന്നതോടൊപ്പം നരേന്ദ്രമോദിജിയോട് ബഹുമാനം വെക്കുന്നതിനോടൊപ്പം വളരെ ബാലൻസ്ഡായി ഈ വിഷയം അവതരിപ്പിച്ചത് ഈ സീരിയസ്നെസ് അറിയണം. നമ്മുടെ വിദ്യാർത്ഥികളെ മൃഗീയമായി തല്ലിച്ചതച്ചതാണ് എന്ന് നമ്മൾ അറിയണം. അത് അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്.